പ്രിയമുള്ളവരെ നമസ്കാരം. ഞാനിവിടെ കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്. ഇവിടെ പൂനൂർ കട്ടിപ്പാറ പഞ്ചായത്തിൽ കാരുണ്യതീരം എന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഈ കാരുണ്യതീരം എന്താണ് എന്നുള്ളത് ഞാൻ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തായാലും ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ദൈവത്തോട് നന്ദി പറയുന്നു. കാരണം കുറേ ജീവിതങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റി. സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒത്തിരി ആളുകൾ ഇവിടെ ഉണ്ട്. എന്തായാലും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് തുടർന്ന് പറയാം. ഇതിൻ്റെ ഏരിയകളൊക്കെ നമുക്ക് കാണാം. എന്തായാലും എല്ലാവരും ഈ വീഡിയോ കാണുക, മുഴുവനായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഇതിൽ പറയുന്ന കാര്യങ്ങൾക്ക് കൂടി നിങ്ങളെല്ലാവരും സഹകരണം ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. എൻ്റെ കൂടെ അനീഷ്, നമ്മുടെ ചങ്ക് സുഹൃത്തുണ്ട്. ഞാൻ നേരത്തെ എല്ലാറ്റിലും പറയാറുണ്ട്, നല്ല കലാകാരനാണ്. അദ്ദേഹവും ഈ കാരുണ്യതീരത്തിൻ്റെ ഒരു അംഗം ആവാൻ പോവുകയാണ്. അതായത് ഇവിടേക്കുള്ള ഒരു നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അതിലൊരു അംഗത്വം എടുക്കാൻ പോവുകയാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട്. കാരുണ്യകിരണം എന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ് ഏതാണെന്നുള്ളത് നമുക്ക് വഴിയെ വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ. നമ്മുടെ ഒരു സുഹൃത്താണ്, നമ്മുടെ ഒരു സഹോദരിയാണ്. കാരുണ്യതീരത്തിൻ്റെ കാരുണ്യ കിരണം എന്ന പദ്ധതിയുടെ ചുമതല ആൾക്കാണ്. സാരംഗി എന്നാണ് പേര്. കുറച്ചായി ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം തുടങ്ങിയിട്ട്. അവരാണ് കൂടുതലും ഈ കാരുണ്യതീരത്തെക്കുറിച്ച് കൂടുതലും പറയാറുള്ളതും അതിനുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇന്ന് ഇവിടെ ഇത് കാണിക്കാനും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാനും ചുമതലപ്പെട്ട ഒരാൾ കൂടിയാണ്. ഇനി ഒരാൾ കൂടിയുണ്ട്, ആള് വീഡിയോയിലേക്ക് വരില്ല. അതുകൊണ്ട് ആളെ നമ്മൾ വിട്ടു നിർത്തി ഇറക്കണം. എന്തായാലും നല്ലൊരു സുഹൃത്താണ്. ഇതൊന്നും പോരായിട്ട് അടുത്തെന്തോ വലിയൊരു ജോലിയിലേക്കൊക്കെ പോകാൻ നിൽക്കുകയാണ്. ദൈവമേ, ആശംസകളെല്ലാം ഉണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അവർ നന്നായി വരട്ടെ, അത് തന്നെയാണ് പ്രാർത്ഥന. എന്തായാലും നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ബൈ, താങ്ക് യു. ഇത് കാരുണ്യതീരം, ദൈവം വാഴുന്ന ഭൂമിയിലെ മനോഹരമായൊരിടം. 14 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിലെ പൂനൂരിൽ 25ഓളം യുവാക്കളെടുത്ത തീരുമാനമായിരുന്നു അത്. വീടുകളിൽ തളച്ചിടപ്പെടുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് അറിവിന്റെയും സന്തോഷത്തിന്റെയും പുതിയ ലോകം തുറക്കണം. അവരുടെ ഉറച്ച തീരുമാനത്തിന് ഇന്ന് കാണുന്ന ഉത്തരമാണ് 200-ലധികം ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പരിശീലനവും പരിചരണവും നൽകുന്ന 1.5 ഏക്കർ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന കാരുണ്യതീരം ക്യാമ്പസ്. ജീവകാരുണ്യ മേഖലയിൽ കഴിഞ്ഞ എന്നും നൽകുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് ക്ലിനിക് വളണ്ടിയർമാരുടെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്നുണ്ട്. ദുരന്ത നിവാരണ രംഗത്ത് പരിശീലനവും രക്ഷാപ്രവർത്തനവുമായി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം സദാ സന്നദ്ധരാണ്. ഭിന്നശേഷി മേഖലയിലെ പുത്തൻ വിശേഷങ്ങളും വാർത്തകളുമായി കമ്മ്യൂണിറ്റി റേഡിയോ കെയർ FM 89.6 എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചു കഴിഞ്ഞു. ഭിന്നശേഷിക്കാർക്ക് നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കുന്ന നാഷണൽ ട്രസ്റ്റ് LLCയുടെ മലപ്പുറം NGO മെമ്പർ കൂടിയാണ് നിലവിൽ ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ. ഹെൽത്ത് കെയർ ഫൗണ്ടേഷന്റെ കീഴിൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആയിരക്കണക്കിന് ഭിന്നശേഷിക്കാർക്ക് തണലാവാനൊരുങ്ങുന്ന കെയർ വില്ലേജ് സ്വപ്ന പദ്ധതിയാണ്. പാതി വഴിയിൽ നിൽക്കുന്ന കെട്ടിട നിർമ്മാണവും നിലവിലെ പദ്ധതികളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും ഭാവി പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനുമായി ഭീമമായ സംഖ്യയാണ് സംഘടനയ്ക്ക് ചെലവ് വരുന്നത്. നന്മ പറ്റാത്ത മനുഷ്യരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ അത്രയും നടന്നു പോകുന്നത്. നിങ്ങളാൽ കഴിയുന്ന സഹായം നൽകുമല്ലോ. ഒരു ഉച്ചനേരത്താണ് ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് അനീഷ് KG മുക്കവും കാരുണ്യതീരത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. വളരെ സ്നേഹത്തോടും ആദരവോടും ബഹുമാനത്തോടും കൂടിയാണ് ഞങ്ങളെ അവിടെയുള്ളവർ സ്വാഗതം ചെയ്തത്. 1.5 വർഷക്കാലമായി കാരുണ്യകിരണം എന്ന പദ്ധതിയിലെ അംഗമാണ് ഞാൻ. അതിൻ്റെ കോർഡിനേറ്റർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കാരുണ്യതീരത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലാനുള്ള അനുമതി എനിക്കുണ്ട്. ഉച്ചനേരമായതിനാൽ ഭക്ഷണത്തിൻ്റെ സമയം ആയിരുന്നു അത്. കാരുണ്യതീരത്തിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ
പ്രതീക്ഷാ ഭവനിലെ അന്തേവാസികൾക്കും ഭക്ഷണം വിളമ്പുന്ന സമയം. രുചികരമായ ഭക്ഷണത്തിലേക്ക് ഞങ്ങളെയും അവർ ക്ഷണിച്ചു. അന്നത്തെ ദിവസം ഭക്ഷണം സ്പോൺസർ ചെയ്ത അതിഥികൾ ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാനിരിക്കുകയുണ്ടായി. വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നത്. നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണമാണ് അന്ന് അവിടെ നൽകിയിരുന്നത്. ഭക്ഷണത്തിന് ശേഷം കാരുണ്യതീരത്തിലെ ഓരോ ഇടങ്ങളും ഞങ്ങൾക്കവർ കാണിച്ചു തരികയുണ്ടായി. ഓരോ മനുഷ്യജീവനുകളെയും അടുത്തറിയാനും അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കാനും അവരെ പരിപാലിക്കുന്നതും അവരെ പഠിപ്പിക്കുന്നതുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞങ്ങൾ നടന്നുകൊണ്ട് ഞങ്ങളുടെ കൂടെ സാരംഗിയും അമൃതയും വഴികാട്ടികളായി അവർ കാരുണ്യതീരത്തിൻ്റെ ഓരോ മുക്കും മൂലയും ഞങ്ങൾക്ക് കാണിച്ചു. ഭിന്നശേഷിക്കാരായിട്ടുള്ള അന്തേവാസികൾക്കും അതുപോലെ വിദ്യാർത്ഥികൾക്കും അവിടെ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. അവരെ സ്വയം ശക്തരാകാനുള്ള എല്ലാ കാര്യങ്ങളും നടത്തിക്കൊടുക്കും. അവർ ചെയ്ത പ്രൊഡക്റ്റുകളും അതുപോലെ പച്ചക്കറി കൃഷിയും എല്ലാം ഞങ്ങൾ നടന്നു കണ്ടു. ഓരോ മുഖത്തും നിറഞ്ഞു നിൽക്കുന്ന സന്തോഷങ്ങൾ തിരിച്ചറിഞ്ഞു. അവിടെ ആരും അനാഥരല്ല, ആരും ഒറ്റപ്പെട്ടവരല്ല, മറിച്ച് സ്നേഹം വിളമ്പി കോരിക്കൊടുക്കുന്ന ഒരു ദൈവികമായിട്ടുള്ള മുഖമാണ് ഓരോരുത്തരിലും ഞങ്ങൾക്ക് ദർശിക്കാൻ കഴിഞ്ഞത്. എവിടെ നിന്നും ലഭിക്കാത്ത സ്നേഹത്തിൻ്റെ കാരുണ്യ കിരണങ്ങൾ അവർക്കവിടെ ലഭിക്കുന്നതായി ഞങ്ങൾക്ക് നേരിട്ടറിയാൻ കഴിയും. കാരുണ്യതീരത്തിലെ ഓരോ ഇടങ്ങളും കണ്ട് അനുഭവിച്ച് അറിഞ്ഞ് നടന്ന് സമയം പോയതറിഞ്ഞില്ല. ഒടുവിൽ അവിടുന്ന് പടിയിറങ്ങുമ്പോൾ എന്തിനൊക്കെയോ വേണ്ടി മനസ്സുവല്ലാതെ വേദനിച്ചു. അനാഥപ്പെട്ടു പോകുന്ന എത്രയോ മനുഷ്യജീവനുകൾക്ക് കാരുണ്യമേകുന്ന അഭയം നൽകുന്ന പ്രതീക്ഷാ ഭവനിലെ ശബ്ദങ്ങൾ അപ്പോഴും കാതിൽ നിറഞ്ഞു നിന്നു. ഇനിയും ഇവിടെ വരണം, ഇവരുമായി ഒരുപാട് നേരം സമയം ചെലവഴിക്കണം എന്ന ഒരു ചിന്ത മാത്രമേ പിന്നീട് മനസ്സിലുണ്ടായി. തീർച്ചയായും ഇനിയും കാരുണ്യതീരം സന്ദർശിക്കും. എന്നാൽ കഴിയുന്ന ഓരോ കാര്യങ്ങളും ചെയ്യും. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഈ കാരുണ്യതീരത്തിൻ്റെ സഹായ ഹസ്തങ്ങളായി ചെല്ലണം എന്നൊരു അഭ്യർത്ഥന കൂടി ഇതോടൊപ്പം വയ്ക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു